എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ 2025 നമ്മൾ ഏറ്റവും പുതുതായിട്ട് ഹോണ്ടയുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയ രണ്ട് അപ്ഡേഷനാണ്. SP125ൻ്റെ രണ്ട് കളർ വേരിയൻറ്റ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന SP125ൻ്റെ ആണെങ്കിലും നമുക്കിപ്പോൾ കിട്ടുന്നത് 2025, അതായത് 2001 തൊട്ട് 2025 വരെ നമുക്ക് ഹോണ്ട ഇന്ത്യയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷൻ കൂടിയാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നോർമലായിട്ടുള്ള SP125ൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഓണാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലെ എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസൺ പോകാം. അങ്ങനെ പറയട്ടെ, രണ്ട് കളർ വേരിയൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് മാറ്റ് ബ്ലാക്കും PS ബ്ലൂ കളറും. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ അലോയ് വീൽസ് കൂടെ ഇതിന്, അതായത് ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നോർമലി ഉണ്ടായിരുന്ന ആ ഒരു SP125ൻ്റെ ബ്ലാക്ക് കളറാണ് അലോയ് വീലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ അലോയ് വീല് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും അത് അങ്ങനെ കിട്ടുന്നു. അത് നൈസായിട്ടുണ്ട്. അതുകൂടാതെ പുതിയൊരു ഗ്രാഫിക്സ്, നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാഫിക്സിൽ നിന്ന് ഈ ഒരു ഗ്രാഫിക്സിലോട്ട് വന്നപ്പം ഈ വീലിനോട് ചേരുന്ന രീതിയിലുള്ള കളർ, ആ ഒരു ബ്രൗൺ കളർ ഇതിൽ കയറി വരുന്നുണ്ട്. ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അതെ, ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ടാങ്കിലോട്ട് വരുന്ന സമയത്തും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ബാക്ക് വരെ പോകുന്നുണ്ട്. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പുതിയൊരു ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ വരുന്നത്. അത് ബ്ലാക്ക് വണ്ടിയാണ്. ഇത് PS ബ്ലൂ. ഈ PS ബ്ലൂ കാണാൻ നല്ല രസമുണ്ട്. വെയിലത്തൊക്കെ വരുന്ന സമയത്ത് നല്ല തെളിച്ചു, നല്ല ആ ഒരു കളർ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു PS ബ്ലൂവിലെ വരുന്ന ഗ്രാഫിക്സ് ഈ രീതിയിലാണ്, കണ്ടില്ലേ? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ടാങ്കിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ വഴി വന്ന് നമുക്ക് ഈ ഒരു ബാക്കിലെ പീസയിൽ, കവൾ പീസയിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ വീല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ ബ്രൗൺ കളർ തന്നെയാണ് കിട്ടുന്നത്. വണ്ടിയുടെ എൻജിനിലോ സ്പെക്കിലോ ഒന്നും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു 25 വർഷം ആനിവേഴ്സറി എഡിഷൻ്റെ ആ ഒരു ലിമിറ്റഡ് എഡിഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അധികം വണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന് ആ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാലും ആ ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, കണ്ടില്ലേ? അത് രണ്ട് വണ്ടിക്കും ആ ഒരു സെറ്റപ്പ് തന്നെ കൊടുത്തതിന്. ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. നേരത്തെ ഉള്ള വണ്ടിയിൽ ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം വരുന്ന എല്ലാ ഫീച്ചേഴ്സും, കണക്ടിവിറ്റി അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നൈസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന് 1000 രൂപയുടെയാണ് ഡിഫറൻസ് പുതിയ മോഡലിൽ വന്നപ്പോൾ തന്നെ വന്നത്. അതായത് ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു പെയിൻ തീം എല്ലാം ഒരു 1000 രൂപയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ പണ്ടുണ്ടായിരുന്ന, അതായത് 2025 OBD2B മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വന്ന വണ്ടിയിൽ നിന്ന് പഴയ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വേർഷൻ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കറക്റ്റ് SP160യുടെ ആ ഒരു സെയിം ബാക്ക് വേർഷൻ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് LED ടെയിൽ ലൈറ്റും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, LED ഹെഡ്ലൈറ്റും കിട്ടുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഹാലജൻ ബൾബാണ് കിട്ടുന്നത്. ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രീ ലോഡറായിട്ട് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ഷോക്കും കാര്യങ്ങളൊക്കെയാണ്. ESP ടെക്നോളജി രണ്ട് വണ്ടിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ESP ടെക്നോളജി പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടെ മൈലേജും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ടെക്നോളജിയാണ്. അതുകൂടാതെ നമുക്ക് സൈലൻസ് സ്റ്റാർട്ടാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് മോട്ടോർ വരുന്നില്ല, സൈലൻസ് സ്റ്റാർട്ടാണ്. അപ്പം അങ്ങനെയും ഒരു പ്രത്യേകത ഈ വണ്ടി കൊണ്ട്. അത്യാവശ്യം നല്ല മൈലേജ്, 70 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 125cc ഹോണ്ട എന്ന ബ്രാൻഡിൻ്റെ ആ ഒരു എഞ്ചിൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് SP125. അതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷൻ നിങ്ങൾക്ക് നോർമലിയുള്ള SP125ൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു SP125 വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ ഈ കാണുന്ന പോലെ LED സെറ്റപ്പാണ് നമുക്ക് മൊത്തം വരുന്നത്. ഈ സൈഡിൽ വരുന്നത് ഇതിൻ്റെ DRS ആണ്. ഫ്രണ്ടിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഈ കാണുന്ന പോലെ ഒരു പ്രീമിയം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ബൈക്കിൽ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞ ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ആക്ടിവേഷൻ ആവും. പിന്നീട് നമ്മൾ എവിടെയും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുകയും പിന്നെ ആക്സിലേറ്റർ ജസ്റ്റ് അനക്കാൻ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആകുന്ന ടെക്നോളജി ഈ വണ്ടികളിൽ ഹോണ്ട യൂസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു PS ബ്ലൂ കളർ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്.
രണ്ട് കളർ വേരിയൻ്റാണ് വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ബ്ലാക്ക്, അതായത് മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, PS ബ്ലൂ കളർ വരുന്നുണ്ട്. ഈ രണ്ട് വേരിയൻ്റാണ് ഈ വണ്ടിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആ ഒരു ലിമിറ്റഡ് എഡിഷൻ വരുന്നത്. നമുക്ക് ഇതിന് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ABS കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ 70-ന് മേളിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു SP125 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ധൈര്യമായിട്ട് എടുക്കാം, കാരണം ഹോണ്ടയുടെ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിഫൈൻമെൻ്റ് ആണ്, നല്ല സ്മൂത്താണ് ഓടിക്കാൻ, വിറയിലോ കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പറഞ്ഞിരിക്കുന്ന ഒരു സ്പീഡുണ്ട്, ആ ഒരു സ്പീഡ് അതായത് ഒരു 70 കിലോമീറ്റർ താഴെയാണെങ്കിൽ സ്മൂത്ത് റൈഡിംഗ് ആണ്. അതിൽ മേളിൽ നമുക്ക് വലിച്ചു കയറ്റി പോകുകയാണെങ്കിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരും. അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സാണ്. അപ്പോൾ ഇന്ന് ഈ വണ്ടി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി കാണുവാനോ അല്ലെങ്കിൽ വാങ്ങിക്കുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ബാക്കി ഒരുപാട് ഡീറ്റെയിൽസോടെ ഞാൻ കടക്കുന്നില്ല. ഒരു 124cc എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.